എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. നമ്മളൊരു ഹിൽ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പഴനിമല മുരുകൻ്റെ മല കാണാൻ പറ്റി. പിന്നെ സൺ കിസ്ഡ് ആയിട്ടുള്ള വിൻഡ് മിൽസ് കാണാൻ പറ്റി. നമ്മളൊന്ന് ബ്രേക്ക് എടുത്ത് നിർത്തിയപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി രമണീയത എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വിൻഡ് മിൽസിന് ഉദിച്ച് വരുന്ന സൺറൈസ് വിൻഡ് മിൽസിൻ്റെ ഇടയിൽ കൂടെ കാണുമ്പോൾ അടിപൊളി ഫീലായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പോണ വഴിക്ക് ഏകദേശം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും തമിഴ്നാട് ബോർഡർ എത്തിയിട്ടോ നമ്മൾ. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. തമിഴ്നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് പച്ചപ്പും ഹരിതാപവും ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം തോന്നി. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് കേരളത്തിലെ തെങ്ങുകൾക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും, പിന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ലീവ്സ് ആയിരിക്കും. എന്നാൽ തമിഴ്നാട്ടിലെ തെങ്ങുകൾക്ക് ഒരു ചെറിയ ആഷ് കളർ ഓർ ഗ്രേ കളർ ലീവ്സ് ഉണ്ട്. ഗ്രീൻ കളർ ഇല്ല എന്നല്ല, ഗ്രീൻ കളർ ഉണ്ട്. പിന്നെ ഹൈറ്റ് കുറഞ്ഞ തെങ്ങുകളായിരുന്നു. അതൊരു മെയിൻ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ഹിൽ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. യെസ്, നമ്മുടെ ഹിൽ സ്റ്റേഷൻ മനസ്സിലായി കാണുമല്ലോ, കൊടൈക്കനാലാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പറയുക, ഇപ്പോൾ കുറേ ഹെയർ പിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളൊരു വ്യൂ പോയിൻറ്റിൽ നിർത്തി, പഴനി ടെമ്പിൾ മജസ്റ്റിക് വ്യൂ പോയിൻറ്റിൽ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇതൊരു ഹൈലൈറ്റ് അല്ലേ, മൂഞ്ചിക്കൽ വഴിയാണ് നമ്മൾ കൊടൈക്കനാൽ പോയത്. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റ്, മൗണ്ടെയ്ൻസ്, പച്ചപ്പും ഹരിതാപും ഫുള്ളൊരു വൈബായിരുന്നു കേട്ടോ. കൊടൈക്കനാൽ പോകുന്ന വഴിയിൽ പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 8 കിലോമീറ്റർ അകലെയാണ് ഈ വാട്ടർഫോൾസ്, അതായത് സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 150-180 അടി ഉയരമുള്ള വെള്ളച്ചാട്ടമാണിത്. വെള്ളച്ചാട്ടത്തിന് മാറ്റുകൂട്ടാനായി കാവൽക്കാരായിട്ട് അവിടെ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നത് കൊടൈക്കനാൽ ലേക്കാണ്. സ്റ്റാർ ഷേപ്പിലുള്ള ഈ ലേക്കാണ് കൊടൈക്കനാലിൻ്റെ ഹൃദയം എന്നവിടെയുള്ളവർ വിശേഷിപ്പിക്കുന്നത്. സൈക്ലിങ്ങും ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളൊരു ബലൂൺ ഹണ്ടിങ് കൂടി ചെയ്തു. നമ്മളെല്ലാവരും 3 ചാൻസസ് ആണ് ഉണ്ടായിരുന്നത്, മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അതിനുശേഷം ഞാനും വിസ്മയും മാത്രമായിട്ട് ബോട്ടിങ്ങിന് പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരു ഓൾമോസ്റ്റ് 2 കിലോമീറ്ററിൻ്റെ ബോട്ടിങ്ങാണ് എടുത്തത്. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും വന്നില്ല. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെയിലത്തായിരുന്നു കേട്ടോ, എന്നാലും നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തൊരു ടൈമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പോട്ടിലേക്ക് പോയി. നൺ അതർ ദാൻ കോക്കേഴ്സ് വാക്ക്. കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത് കൊടൈക്കനാൽ എത്തി എന്നൊരു ഫീൽ നമുക്ക് തരുന്നത് കോക്കേഴ്സ് വാക്കിൽ എത്തുമ്പോഴാണ് കേട്ടോ. ലിറ്ററലി സ്പീക്കിംഗ് ക്ലൗഡ്സൊക്കെ നമ്മുടെ സൈഡിൽ തന്നെ പോകുന്നത് പോലെ നമുക്ക് തോന്നും. ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ വാക്ക് ഉണ്ടായിരുന്നു. അവിടെ സൈഡിൽ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. മീൻസ് സ്വീറ്റ്സ്, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ, പഞ്ഞിമിഠായിയാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളും കടകളും ഒക്കെ കണ്ട് നടന്നു. കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും നമുക്കവിടെ കാണാനുണ്ടായിരുന്നു. മിസ്റ്റും മൗണ്ടെയിനും അതിൻ്റെ ഇടയിൽ നമുക്ക് വില്ലേജ് ഏരിയാസും കാണുന്നുണ്ടായിരുന്നു. ഒരു അടിപൊളി ഫീലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടൈക്കനാലെത്തി എന്ന് ഫീലായത് അപ്പോഴാണ്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ തുടർന്നു. കോക്കേഴ്സ് വാക്കിൻ്റെ എൻഡിലായിട്ട് നമുക്ക് അവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്നാലും ഒരു എൻട്രി ഫീ ഉണ്ട്. കോക്കേഴ്സ് വാക്കിൻ്റെ എൻഡിലായിട്ട് നമുക്ക് സ്വീറ്റ്സ് കോർണറാണ് ഉണ്ടായിരുന്നത്. അതായത് അവർ പറയുന്ന അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഫ്ലേവേർഡ് ചോക്ലേറ്റ്സ്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചോക്ലേറ്റ്സ് ഞാനൊരു മൂഡില്ലാത്ത കാരണം നമ്മൾ മേടിച്ചില്ല കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ സീസൺ ആണോ എന്ന് ചോദിച്ചാൽ സീസണല്ല, നമ്മളൊരു വീക്കെൻഡാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് പാർക്കിംഗ് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് ഭയങ്കര ഫേമസ് ആയ ഒരു സ്പോട്ടിലേക്കാണ്. കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്കും കയറി വരുന്ന ഒരു സ്പോട്ട്. നല്ല തണവുള്ളത് കൊണ്ട് തന്നെ ഉണ്ണികളെയൊക്കെ നമ്മൾ നന്നായി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വെറ്ററും ടർക്കിയും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാനും അങ്ങനെ തന്നെ പോയത് കേട്ടോ. അപ്പം നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൈൻ ട്രീസ്, ഡീപ്പ് കേവ്സ്, ഫുൾ സിനിമാറ്റിക് ഫീലുള്ള ഒരു സ്പേസ്. മനസ്സിലായില്ലേ, ഗുണ കേവ്സ്. കമലഹാസൻ്റെ ഒരു ഓൾഡ് മൂവി ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അതിനുശേഷമാണ് ഈ ഒരു കേവിന് ഗുണ കേവ്സ് എന്നൊരു പേര് വന്നത്. അതുകൊണ്ട് തന്നെ പ്ലേസിനൊരു മിസ്റ്ററി വൈബ് ഉണ്ട്. നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഔട്ട്സൈഡ് വ്യൂസ് തന്നെ സൂപ്പറാണ്.
അതായത് പൈൻ ട്രീസ് ഇങ്ങനെ പൊന്തി നിൽക്കണു, അതിൻ്റെ മുകളിൽ കൂടെ മിസ്റ്റ്, മഞ്ഞ്, കോട ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കണു. അതായത് മേഘങ്ങളിങ്ങനെ സ്ലൈറ്റായിട്ട് നീങ്ങിപ്പോവില്ല, അതുപോലെ മഞ്ഞും കോടയൊക്കെ നീങ്ങിപ്പോണു. അതിൻ്റെ ഇടയിൽ കൂടെ കുരങ്ങന്മാരുടെ ചാട്ടം, നമ്മുടെ കയ്യിൽ എന്താണോ അത് മേടിച്ചെടുക്കാനുള്ള അവരുടെ ഒരു ആകാംക്ഷ, ഇതൊക്കെയാണ് കണ്ടത്. പിന്നെ ത്രൂ ഔട്ട് നമ്മുടെ യാത്രയിൽ കമ്പാനിയൻസ് ആയിട്ടുണ്ടായിരുന്നത് കുരങ്ങന്മാരാണ്. അങ്ങനെയല്ല, നമുക്ക് എവിടെ പോയാലും കുരങ്ങന്മാരെ കാണാൻ പറ്റുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പശുക്കളെ കുറേ കാണും, അവിടെ നമ്മൾ കുതിരകളെയാണ് കുറേ കണ്ടത്. അങ്ങനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എവിടെ പോയാലും ഒരു മലയാളികളെങ്കിലും നമ്മൾ കാണാണ്ടിരിക്കില്ലല്ലോ. ഇവിടെ നമ്മൾ ഒന്നല്ല ഒരു കൂട്ടം മലയാളികളെയാണ് കണ്ടത്. വൈബടിച്ച് നിൽക്കണ ഒരു കൂട്ടം മലയാളികൾ. അവർ തന്നെ ഡാൻസും പാട്ടും, എനിക്ക് തോന്നുന്നു ഒരു ടീമായിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. ഈ ചേട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ. ആൾ തന്നെ പാട്ട് പാടുന്നു, ആൾ തന്നെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുരങ്ങന്മാരൊക്കെ കണ്ട് നമ്മൾ ഗുണ കേസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ക്യാമറ ഞാൻ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കുരങ്ങന്മാർ ഫുഡാണോ എന്ന് വിചാരിച്ചിട്ടാണ് അടുത്തേക്ക് വരാനൊരു ശ്രമം നടത്തുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഫുഡ് കൊടുത്തില്ല. അത് നമുക്ക് അത്രമാത്രം എൻകറേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കുരങ്ങന്മാരെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യാണ്ടിരുന്നത്. ഇതായിരുന്നു നമ്മുടെ സ്റ്റേ എടുത്തത്. വൈറ്റ് റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്പേസിലായിരുന്നു. അവിടേക്ക് പോണ വഴിയിൽ കുറേ ഷോപ്സ് ഉണ്ടെങ്കിലും നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് നമ്മൾ നിറയെ മിസ് ചെയ്തു. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നല്ല തണവായിരുന്നു. ഒരു സെക്കൻഡിനുള്ളിൽ നമ്മൾ മേടിച്ച സാധനങ്ങൾ നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നല്ല തിളച്ച ചായ നമ്മൾ മേടിച്ചിട്ട് വിതിൻ സെക്കൻഡ്സ് നമുക്കത് ഭയങ്കരമായിട്ട് തണുത്ത് പോയി. മുട്ട, നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും